ഹായ് മക്കളെ, നമ്മളെ സ്റ്റഡി വേബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ സയൻസിൽ പ്രാദേശിക അഭിലാഷങ്ങൾ, അതായത് റീജിയണൽ ആസ്പിരേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചതിന് ശേഷവും നമ്മുടെ രാജ്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ രാജ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ആദ്യം നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? ജമ്മു കാശ്മീർ, കർണാടകം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഹിന്ദി വിരുദ്ധ കലാപങ്ങളും നമ്മുടെ ഇന്ത്യയിൽ സർവ്വസാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പരീക്ഷനെ ബേസ് ചെയ്തിട്ട് അത്രമാത്രം കാര്യങ്ങളെ പറയുന്നുള്ളൂ, അതൊന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക. അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം നമുക്ക് ആദ്യം പഠിക്കാം. ജമ്മു കാശ്മീരിനെ നമ്മൾ പറയുമ്പോൾ ജമ്മു കാശ്മീർ എന്നുള്ളത് ഒരു ഭാഗമാണെങ്കിലും അതിനെ സാമൂഹ്യമായും രാഷ്ട്രീയമായും 3 മേഖലകളായി വിഭജിക്കാം. ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവയാണ് ആ 3 ഭാഗങ്ങൾ. അതായത് നമ്മൾ ജമ്മു കാശ്മീർ ഈ ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കാം. കാശ്മീരി ഭാഷ സംസാരിക്കുന്ന കാശ്മീർ മേഖലയിലെ ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളാണ്. ഇവിടെയുള്ള ഹിന്ദുക്കൾ വളരെ കുറച്ച് പേർ മാത്രമാണ് കാശ്മീരി ഭാഷ സംസാരിക്കുന്നവർ. അടുത്ത നമ്മളുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ജമ്മു ആണ്. കുന്നുകളും സമതലങ്ങളോട് കൂടിയ അതിസുന്ദരമായൊരു ഭൂപ്രദേശമാണ്. ഇവിടെ നമുക്ക് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖുകാരെയും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ വ്യത്യസ്തമായ ഭാഷകളാണ് ഇവർ സംസാരിക്കുക. മൂന്നാമത്തേത് നമ്മൾ ലഡാക്ക് എന്ന് പറയുന്ന പർവ്വത പ്രദേശമാണ്. അവിടെ ജനവാസം ഇത്തിരി കുറവാണ്. ബുദ്ധമതക്കാരും മുസ്ലിങ്ങളുമാണ് ഇവിടുത്തെ അന്തേവാസികൾ എന്ന് പറയുന്നത്. ഇനി ഈ പ്രദേശത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947കളിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് ഹിന്ദു രാജാവായ ഹരിസിംഗ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയുടെ കൂടെയും ചേരുന്ന പാകിസ്ഥാൻ്റെ കൂടെയും ചേരാതെ സ്വതന്ത്ര രാജ്യമായി നിൽക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ സ്വതന്ത്രമായി തന്നെ നിൽക്കാം എന്ന ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒരു സമാന്തര ചർച്ച നടത്തിക്കൊണ്ടേയിരുന്നു. അതേസമയം പാകിസ്ഥാൻ്റെ മനസ്സിൽ കാശ്മീരിൽ മെജോറിറ്റി, അതായത് ജമ്മുവിലായാലും ലഡാക്കിലായാലും കാശ്മീരിലായാലും മുസ്ലിങ്ങളാണ് ഉള്ളത് കൂടുതലും. അതുകൊണ്ട് അവരുടെ മനസ്സിൽ, പാകിസ്ഥാൻ്റെ മനസ്സിൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗമായി കാശ്മീർ മാറും എന്നായിരുന്നു. പക്ഷെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല ഭാഷകളുള്ള ഞങ്ങൾ കാശ്മീരികളായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും പാകിസ്ഥാൻ്റെയോ ഇന്ത്യയുടെയോ ഭാഗമാകുന്നില്ല എന്നാണ്. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രസ്ഥാനം ഈ സമയത്ത് രാജാവിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുകയും പാകിസ്ഥാനിൻ്റെ കൂടെയും ചേരുന്നില്ല. അതായത് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മതേതര സംഘടനയായ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാം, സ്വതന്ത്രമായി നിൽക്കണം, പക്ഷേ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാം എന്നായിരുന്നു. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന മതേതര സംഘടന ജനകീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് അദ്ദേഹം നെഹ്റുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചെടുത്തു. തുടർന്ന് ഇന്ത്യയുടെ കൂടെ നിൽക്കണോ വേണ്ടയോ, പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് 1947 ഒക്ടോബറിൽ പാകിസ്ഥാനിലെ ഗോത്രവർഗ്ഗക്കാർ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു. ഈ സമയം അതുവരെ രാജാവിൻ്റെ മനസ്സിൽ ഞാൻ ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണോ അങ്ങനെയൊക്കെ തർക്കിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ നുഴഞ്ഞു കയറ്റക്കാർ ഇന്ത്യക്കകത്തേക്ക് കയറുന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ രാജാവ് ഇവരെ കാശ്മീരിൽ നിന്നും തുരത്തി ഓടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ രാജാവിന് കാശ്മീരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നതോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, അതൊരു ലയന കരാറ് തയ്യാറാക്കുകയും രാജാവിനോട് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ മാത്രമേ ഞങ്ങൾ കാശ്മീരിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, കാശ്മീരിനെ സഹായിക്കൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ലയന കരാറിൽ ഒപ്പിട്ടിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് ആക്സഷനിൽ സൈൻ ചെയ്തതിന് ശേഷം ഷെയ്ഖ് നമ്മൾ
കാശ്മീർ ഗോത്രവർഗ്ഗക്കാരുടെ പിടിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും 1948 ഷെയ്ഖ് അബ്ദുള്ളയെ ജമ്മു കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. മനസ്സിലായ? അതായത് ഇന്ത്യ ഒരൊറ്റ വാക്കാണ് കൊടുത്തത്, ജമ്മു കാശ്മീരിൻ്റെ സ്വതന്ത്ര പദവി പരമാധികാരം ഇന്ത്യ അംഗീകരിക്കുന്നു. അതായത് ഒറ്റ ആഗ്രഹം മാത്രമേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളൂ. കാശ്മീരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് ഇവരാരും എവിടേക്ക് പോകണമെന്ന് പറയരുത്, സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ പേരിൽ പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നാഗ്രഹിച്ച് ഇന്ത്യ ഗവൺമെൻറ് ജമ്മു കാശ്മീരിന് പൂർണ്ണ പദവി, സ്വതന്ത്ര രാജ്യമായിരിക്കാനുള്ള പൂർണ്ണ പദവി കൊടുക്കുകയും ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാശ്മീർ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക അവകാശങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുകയും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്വയം ഭരണാധികാരം കാശ്മീരിന് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും, ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നും കാശ്മീരിന് അത്രയ്ക്ക് ബാധകമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ മാറ്റം വരുത്തി 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനൊക്കെ മാറ്റം വരുത്തുകയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് അതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മതി, കൂടുതൽ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര പദവി കൊടുത്ത് ആർട്ടിക്കിൾ 370 കാശ്മീരിനെ ബാധകമാക്കി ഇന്ത്യയുടെ ഭാഗമാക്കി. ജനഹിത പരിശോധനയൊക്കെ നടത്തി ഇന്ത്യയുടെ ഭാഗമായി ഇരിക്കാൻ അവർ തയ്യാറാണെന്ന് കാശ്മീരി ജനത അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ജമ്മു കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ളയെ പ്രധാനമന്ത്രിയാക്കിയതും അദ്ദേഹമാണ്. പക്ഷെ പിന്നീട് ഷെയ്ഖ് അബ്ദുള്ളയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം 1974 ഇന്ദിരാഗാന്ധി ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിൽ നിന്ന് പുറത്തെടുക്കുകയും ഷെയ്ഖ് അബ്ദുള്ളയെ മുഖ്യമന്ത്രിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് കാശ്മീരിൻ്റെ ഭരണം ഏൽപ്പിച്ചു. പക്ഷേ പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കാശ്മീർ മന്ത്രിസഭയും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരമായി ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും കാശ്മീരും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയും. അത് അത്രയും പഠിച്ചെടുക്കുക നിങ്ങൾ, അവിടെ നിന്ന് അത്രയും മനസ്സിലാക്കിയാൽ മതി പരീക്ഷയ്ക്ക്. പിന്നീട് വിഘടനവാദം പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണോ എന്നുള്ള കാര്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നുവെങ്കിലും അത് ഒരു വിഭാഗം പാകിസ്ഥാനിൽ ചേരാൻ ആവശ്യപ്പെട്ടതുകൊണ്ടും ഒരു വിഭാഗം ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടും മറ്റൊരു കൂട്ടർ കൂടുതൽ സ്വയം ഭരണം വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിഹരിക്കുകയും ചെയ്തു. ഇപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പ്രദേശമാണ്. എങ്ങനെ സ്വതന്ത്ര പ്രദേശം? ഭാരതത്തിലെ ഒരു കേന്ദ്രഭരണ പ്രദേശം മാത്രം. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാന പദവി കാശ്മീരിന് എടുത്തു കളഞ്ഞു, പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞു, വെറും ഒരു കേന്ദ്രഭരണ പ്രദേശം മാത്രമായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വയംഭരണമൊക്കെ നഷ്ടമായി എന്ന് ചുരുക്കം. ഇനി നമുക്ക് അടുത്തറിയണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടുന്ന് നിറയെ ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് പഞ്ചാബ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കുക. ഇവിടുന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഞാൻ ആദ്യം ഇതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. SGPC എന്ന് പറയുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി, ഇതിൻ്റെ നേതാവാണ് നമ്മുടെ മാസ്റ്റർ താരാ സിംഗ് എന്ന് പറയുന്ന ആൾ. അകാലി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് മാസ്റ്റർ താരാ സിംഗ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത് രണ്ടും പഠിച്ചെടുക്കുക. അകാലിദൾ പ്രസ്ഥാനത്തിൻ്റെ നേതാവും ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയുടെ നേതാവുമാണ് മാസ്റ്റർ താരാ സിംഗ് എന്ന് പറയുന്ന ആൾ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് നമുക്കിന്നുള്ളത് സന്ത് ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ എന്ന് പറയുന്ന ആളുണ്ട്. ഇയാൾ സിഖുകാരുടെ ഒരു മിതവാദി നേതാവാണ്. അകാലിദളിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുമായി ചേർന്ന് പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ച ആളാണ് ഇദ്ദേഹം. അപ്പോൾ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും നമ്മുടെ സിഖ് നേതാവായിട്ടുള്ള ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. അതുകൊണ്ട് തന്നെ ഇത് പഞ്ചാബ് കരാർ എന്ന പേരിലും രാജീവ് ഗാന്ധി ലോങ്കോവാൾ കരാർ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി പഞ്ചാബ് കരാർ, ഹർചന്ദ് സിംഗ് ലോങ്കോവാളും രാജീവ് ഗാന്ധിയും കൂടി 1985 ജൂലൈയിൽ ഒപ്പുവെച്ച കരാറിൻ്റെ പേരാണ്
പഞ്ചാബ് കരാറ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 വൺ വേർഡ് ഈ ടോപ്പിക്കിൽ നിന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് പഞ്ചാബിൻ്റെ പ്രശ്നം എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഞ്ചാബ് കരാറ് പഠിക്കണം. അപ്പോൾ അതിന് മുൻപ് ഞാൻ എന്താണ് പഞ്ചാബ് നോക്കാം. 1980കളിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച കൂട്ടത്തിൽ 1950 രൂപം കൊണ്ടതാണ് പഞ്ചാബ് എങ്കിലും പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് 1966 പഞ്ചാബ് സംസാരിക്കുന്നവർക്ക് മാത്രമായ ഒരു സംസ്ഥാനം വേണമെന്നും മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ അവിടെ നിന്ന് വിട്ടുപോകണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്താൽ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അകാലികൾക്കിടയിൽ ജാതിയുടെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും പേരിലൊക്കെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദുക്കളോ സിഖുകാരോ ആയ ദളിതരുടെ പ്രശ്നങ്ങളും ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അകാലികൾ രാഷ്ട്രീയ സ്വയംഭരണാധികാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ അകാലികൾ എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ദളിത വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ 1970കളിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അവർക്കൊക്കെ ആവശ്യം രാഷ്ട്രീയ സ്വയംഭരണം വേണമെന്നായിരുന്നു. അതുപോലെ സിഖുകാരും അനന്തപൂർ സാഹിബ് കോൺഫറൻസിന് വേണ്ടിയിട്ട് അവരും പ്രാദേശിക സ്വയംഭരണത്തിന് വേണ്ടിയിട്ട് അവരും അനന്തപൂർ കോൺഫറൻസിലും പ്രാദേശിക സ്വയംഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിഖ് സമുദായക്കാർ സിഖ് സമുദായക്കാരോട് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ സിഖ് സമുദായക്കാരും തന്നെ ഇതിൻ്റെ താല്പര്യം കാണിച്ചില്ല. അകാലിദളുകളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറായില്ല. സ്വാഭാവികമായും അകാലിദളിലെ തീവ്രവാദികളായ ഒരു സംഘം ആൾക്കാർ ഖാലിസ്ഥാൻ എന്ന പേരിൽ ഞങ്ങൾ തനിച്ചൊരു രാജ്യം രൂപീകരിക്കും എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആ തീവ്രവാദികൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ആൾ. അകാലിദളിലെ തീവ്രവാദി വിഭാഗക്കാരുടെ നേതാവാണ് ഭിന്ദ്രൻവാല എന്ന് പറയുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ, അതായത് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ അമൃതസറിലുള്ള സുവർണ ക്ഷേത്രം താവളമാക്കി അവിടെ അവർ ആയുധപുരകളാക്കി മാറ്റുകയും അക്രമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭിന്ദ്രൻവാല ടീം അക്രമ പ്രവർത്തനങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ അവരെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് 1984 ജൂണിൽ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. മറക്കരുത്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് പഞ്ചാബിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു എന്താ പറയുക നടപടിക്രമമാണ്, പരിഹാര നടപടിക്രമമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുക. അങ്ങനെ അതായത് പ്രാദേശിക ഗവൺമെൻറ് പരാജയപ്പെട്ടെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നടപടിക്രമം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന സൈനിക നടപടിക്രമം. അപ്പോൾ 1984 ജൂണിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് പഞ്ചാബിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പദ്ധതി സൈനിക നടപടി ആവിഷ്കരിച്ചത്. ഇത് സുവർണ ക്ഷേത്രത്തിലുള്ള തീവ്രവാദികളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട പേര് പഞ്ചാബ് സുവർണ ക്ഷേത്രം, ഇന്ദിരാഗാന്ധി. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വഴി ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിരുന്ന തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിച്ചു. അതേസമയം തന്നെ സിഖുകാരുടെ മനസ്സിൽ ക്ഷേത്രത്തിനകത്ത് കയറി പട്ടാളക്കാർ ആക്രമണം നടത്തിയെന്നും അത് ക്ഷേത്രത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അവർ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അതായത് ആയുധവുമായിട്ട് താമസിക്കുന്ന തീവ്രവാദികളെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ പുറത്താക്കിയതെങ്കിലും ഈ തീവ്രവാദികൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവരുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ക്ഷേത്രത്തിനകത്ത് പട്ടാളക്കാർ കയറി ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് അവർ സ്വീകരിച്ച നടപടി. ഇതിൻ്റെ പ്രതികരണം എന്നോണം, അവിടെ നിന്നും തീവ്രവാദികളെ പുറത്താക്കിയതിൻ്റെ പ്രതികരണം എന്നോണം 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും ചെയ്തു. അതായത് പഞ്ചാബിലെ സിഖുകാരായിട്ടുള്ള ആൾക്കാർ ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ഗാർഡിൽ കുറച്ച് സിഖുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ വെച്ച് ആ സിഖ് തീവ്രവാദികൾ അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഇന്ദിരാഗാന്ധി 1985 ഒക്ടോബർ 31 സിഖുകാരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. ശരിക്കും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് പകരം വീട്ടിയതാണ് അവർ. നമുക്കിവിടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ പകരം വീട്ടലിന് ഇരയായ പ്രധാനമന്ത്രി ആര് ചോദിക്കും? ഇന്ദിരാഗാന്ധി.
അങ്ങനെ അതിനുശേഷം ഒരു വർഷത്തോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ധാരാളം സിഖുകാരെ കണ്ടാൽ, എവിടെ വെച്ച് സിഖുകാരെ കണ്ടാലും കൊല ചെയ്യുക എന്നൊരു രീതി അന്ന് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്നു. കാൺപൂരിലും ബൊക്കാറോയിലും ഒക്കെ നൂറുകണക്കിന് സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. ഡൽഹിയിൽ മാത്രം 2000-ഓളം സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. സർക്കാർ പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ആ സമയത്തൊന്നും പരിഹരിച്ചില്ല. 20 കൊല്ലങ്ങൾക്ക് ശേഷം 2005 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമേൽക്കുന്ന സമയത്ത് എല്ലാറ്റിനും, അതായത് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് എത്ര സിഖുകാർക്ക് നഷ്ടങ്ങളുണ്ടായോ അവരുടെ കുടുംബത്തിനോടെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അധികാരമേറ്റത്. നമുക്ക് നോക്കിയാൽ 1984 ഇന്ദിരാഗാന്ധി മരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്ന രാജീവ് ഗാന്ധി അകാലിദളിലെ മിതവാദി നേതാക്കളുമായി ചർച്ചകൾ ആരംഭിക്കുകയും സമാധാനത്തിലേക്കുള്ള പാത വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ എന്ന അകാലിദളിൻ്റെ പ്രസിഡന്റുമായി ചർച്ചകൾ സംഘടിപ്പിക്കുകയും 1985 ജൂലൈയിൽ ഒരു കരാറിന് ഒപ്പുവെക്കുകയും ചെയ്തു. പഞ്ചാബ് അക്കോർഡ് അഥവാ പഞ്ചാബ് കരാർ എന്നാണ് ഈ ട്രീറ്റി അറിയപ്പെട്ടത്. അപ്പോൾ ഇതിൽ എന്താണ് അവരുടെ ആവശ്യം, പഞ്ചാബ് അക്കോർഡിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചണ്ഡീഗഡ് പഞ്ചാബിലേക്ക് മാറ്റണം, പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കണം, രവി ബിയാസ് നദികളിലെ വെള്ളം പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതിന് ട്രിബ്യൂണൽ വേണം. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പഞ്ചാബിലും മറ്റു പല ഭാഗത്തുമായി കൊല ചെയ്യപ്പെട്ട് സിഖുകാരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. അതുപോലെ പഞ്ചാബിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, അതായത് പട്ടാളക്കാരെ നിർത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു. ഭീകരപ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ മൂലം ഒരുപാട് പേർക്ക് അവിടെ ദുരിതങ്ങൾ ഉണ്ടായി. ഏകദേശം 10 വർഷത്തോളം എടുത്തിട്ടാണ് ആ ദുരന്തങ്ങളൊക്കെ ഒന്ന് ശാന്തമാക്കിയെടുക്കാൻ അവിടുത്തെ ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും സാധിച്ചെടുത്തത്. കുറച്ച് കാലം പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പഞ്ചാബ് സ്വസ്ഥമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചാബിലെ പഞ്ചാബ് കരാറും രാജീവ് ഗാന്ധി ലോങ്കോവാൾ കരാർ എന്നറിയപ്പെടുന്ന ഈ സംഭവം, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, ഇത്രയും വാക്കുകൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നോർത്ത് ഈസ്റ്റ് സോൺ എന്നുള്ളതാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് 7 സംസ്ഥാനങ്ങളുണ്ട്. ഇതിനെ സപ്ത സഹോദരികൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അതായത് അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് സപ്ത സഹോദരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംസ്ഥാനങ്ങൾ പിന്നീട്, അതായത് ഈ 7 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭാഗം ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 8%. 23 കിലോമീറ്റർ ഇടനാഴിയാണ് നീളമുള്ളതാണ് ഈ പ്രദേശവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഭാഗം ഇന്ത്യയുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ് ഇവരൊക്കെയാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുടെ അതിർത്തികളായിട്ട് വരുന്നത്. ഇന്ത്യാസ് ഗേറ്റ് വേ എന്നാണ്, ഏഷ്യയിലേക്കുള്ള ഇന്ത്യാസ് ഗേറ്റ് വേ എന്നാണ് ഈ പ്രദേശമൊക്കെ അറിയപ്പെടുന്നത്. നമുക്ക് ഈ ഭാഗത്ത് പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവർ സ്വയം ഭരണം വേണം, ഞങ്ങൾക്ക് വിട്ടു നിൽക്കാനുള്ള, അതായത് സ്വന്തം ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ഞങ്ങൾക്ക് തനിച്ച് സംസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ നിരന്തരമായി നടന്നു. അപ്പോൾ ഇതിൽ സ്വയം ഭരണം വേണമെന്നുള്ള അവകാശം, വിഘടന പ്രസ്ഥാനങ്ങൾ, പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ഈ വടക്കിഴക്കൻ മേഖലകളുടെ പ്രശ്നങ്ങളായിപ്പെടുന്നവയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് അവരുടെ ഭാഷ മാത്രം, അതായത് 7 സംസ്ഥാനങ്ങളാവുമ്പോൾ ആ 7 ഭാഗത്ത് 7 ഭാഷകളായിരിക്കുമല്ലോ. അപ്പോൾ സ്വന്തം ഭാഷകൾക്ക് പ്രാധാന്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാർഗങ്ങളും എല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിച്ചു വരും. പിന്നെ നമുക്ക് നോക്കാം ഓരോ സംസ്ഥാനങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്താണെന്ന്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വടക്കിഴക്കൻ മേഖലയിലെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുക. അതായത് ഡിസ്ക്രൈബ് ദ റീജിയണൽ പ്രോബ്ലംസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. അപ്പോൾ അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന ഈ ഭാഗങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അത് ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സ്വയം ഭരണം വേണം. ആ 3 പോയിൻ്റ്,
സ്വയം ഭരണാധികാരത്തിനുള്ള അവകാശം, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനങ്ങൾ എന്നിവയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം. അതായത് ഡിമാൻഡ് ഫോർ സെൽഫ് ഗവൺമെൻറ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് സ്വയം ഭരണം വേണം. അതായത് ഇവരെല്ലാവരും ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ ആസാമീസ് ഭാഷ, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാ പ്രദേശങ്ങളും, അതായത് ത്രിപുര, മണിപ്പൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ആസാമിൻ്റെ ഭാഗമായിരുന്നു. ആസാമുകാർ എല്ലാവിടെയും ആസാമീസ് ഭാഷ നിർബന്ധമാക്കിയപ്പോൾ ആസാമികളല്ലാത്ത ജനങ്ങൾക്ക് ആ ഭാഷ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അവർ ആ പ്രദേശം വിട്ടു പോകാൻ താല്പര്യം കാണിച്ചു. അതവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു. അത് പിന്നീട് അവിടെ മിസോറാം, മണിപ്പൂർ, മേഘാലയ അങ്ങനെ പല പ്രദേശങ്ങൾ ഉണ്ടാവുന്നതിന് അതൊരു കാരണമായിട്ട് മാറി. അതൊരു തർക്കം. ദെൻ അടുത്തത് സെഷനിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയും, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ തന്നെ മിസോറാം ഭാഷ, മിസോ കുന്നുകളിൽ, അതായത് ആസാമിലെ മിസോ ഹിൽസ് പ്രദേശത്തിന് സ്വയംഭരണ അവകാശമുള്ള ജില്ലയുടെ അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മിസോറാമിൽ ഒരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരിക്കലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാനും താല്പര്യമില്ല എന്നൊക്കെയുള്ള ഒരു തരം അഭിപ്രായവുമായിട്ട് നിന്നവരാണ് ഇവർ. അപ്പോൾ മിസോകളുടെ വിഘടനവാദത്തെ, അതായത് മിസോകളിലെ കുറച്ച് ജനങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേരാനും കുറച്ച് ജനങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനും ആവശ്യപ്പെടുന്ന ഒരു തർക്കമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മിസോ നാഷണൽ ഫ്രണ്ട് എന്ന പേരിൽ, MNF എന്ന പേരിൽ, ലാൽ ഡെൻകെ എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ആസാമിൻ്റെ ഔദ്യോഗിക ഭാഷയായ ആസാമിനെതിരെ, ആസാമീസ് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചതിനെതിരായിട്ട്, ഔദ്യോഗിക ഭാഷ എന്ന് മാത്രമല്ല എല്ലാവരും ആസാമീസ് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് MNF, മിസോ നാഷണൽ ഫ്രണ്ട് എന്ന പേരിൽ ലാൽ ഡെൻകെയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപം കൊള്ളുകയും ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചുകൊണ്ട് ആസാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മിസോറാമിന് സ്വതന്ത്ര പദവി നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്, സംഘടനയാണ് ഇത്. അപ്പോൾ നിങ്ങൾ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവ് ലാൽ ഡെൻകെ മറക്കാതെ ഓർത്ത് വയ്ക്കുക. ലാൽ ഡെൻകെ, മിസോ നാഷണൽ ഫ്രണ്ട്, AB കോളം ചോദിക്കും, 1 വേർഡ് ചോദിക്കും. പിന്നീട് രാജീവ് ഗാന്ധിയുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ ചെയ്തിട്ട് അവസാനം രാജീവ് ഗാന്ധിയും ലാൽ ഡെൻകെയും തമ്മിൽ ഒരു സമാധാന കരാറിൽ ഒപ്പിടുകയും മിസോ നാഷണൽ ഫ്രണ്ട് എന്ന ഈ സംഘടനയും ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയും കരാർ ഒപ്പിട്ടുകൊണ്ട് മിസോറാമിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നാഗാലാൻഡിലെ നാഗന്മാർ ഇതുപോലെ പ്രശ്നങ്ങളും സായുധ കലാപങ്ങളൊക്കെ ആരംഭിച്ചു. നാഗാ നാഷണൽ കൗൺസിലാണ് അതിന് നേതൃത്വം നൽകിയത് കലാപത്തിന്. പക്ഷേ അവരും സർക്കാരുമായിട്ട്, ഇന്ത്യ ഗവൺമെൻറ്റുമായി ഒരു ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചെങ്കിലും ഇപ്പോഴും നാഗാലാൻഡിൽ പ്രശ്നങ്ങൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്, പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനങ്ങൾ എന്നാണ് പറയുക. പുറമേ നിന്നുള്ളവർക്കെതിരായ പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും, അതായത് ഈ 7 സംസ്ഥാനങ്ങളല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്ന വടക്കിഴക്കൻ മേഖലയിലേക്ക് വരുന്നവരോട് യോജിക്കാൻ വടക്കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ തയ്യാറല്ല. അവരുടെ അഭിപ്രായത്തിൽ മറ്റുള്ളവരുടെ പുറത്തുനിന്നും വരുന്നവരാരും, കുടിയേറ്റക്കാരും, അതായത് പുറത്തുനിന്നും വരുന്നവരൊക്കെ വിദേശികളെ പോലെയാണെന്നും അവർ രാഷ്ട്രീയ ബന്ധമില്ലാത്ത ആസാമിലെ ആൾക്കാർ ഇവിടെ വന്ന് അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളും കാഴ്ചപ്പാടുകൾക്കും നാശം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തർക്കങ്ങൾ ആസാം ഗണ പരിഷത്ത് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപം കൊള്ളുന്നതിനും ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന പേരിലും വിദ്യാർത്ഥികളുടെ സംഘടനകൾ രൂപം കൊള്ളുന്നതിനൊക്കെ കാരണമായി. ഈ പുറത്തുനിന്ന് പോകുന്നവർക്കെതിരായിട്ട് അവർ ഈ സംഘടനകൾ രൂപീകരിക്കുകയും സമരങ്ങളും പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെ സംഘടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സമാധാനം ഒരു പരിധിവരെ തകർക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ആസാമിലെ ജനങ്ങൾ, വടക്കിഴക്കൻ മേഖലയിലെ ജനങ്ങളൊക്കെ മാറിയത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സമരങ്ങളുടെയൊക്കെ അവസാനം ഇന്ത്യ ഗവൺമെൻറ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും, പക്ഷേ നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് ഒരു സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മണിപ്പൂരും മറ്റ് പ്രദേശങ്ങളും ഒക്കെ. സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു ഈ സ്ഥലങ്ങളിൽ എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാം ഇത്രയും കാര്യങ്ങളാണ്.
ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുവർ വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് ചോദിച്ചാൽ നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള പഠിച്ചു വയ്ക്കുക. പഞ്ചാബ് അകാലിദൾ മാസ്റ്റർ താരാ സിംഗ്. മിസോറാം മിസോ നാഷണൽ ഫ്രണ്ട് ലാൽ ഡെൻകെ. നാഗാലാൻഡ് നാഗാ നാഷണൽ കൗൺസിൽ അൻഗാമി സഫു പിസോ. ആസാം ആസാം ഗണപരിഷത്ത് പ്രഫുല്ല കുമാർ മഹന്ത. ഇത്രയും പേരുടെ പേരുകൾ ഇവിടുന്ന് വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. അത് എൻ്റെ മക്കളൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഇന്ദിരാഗാന്ധി. പഞ്ചാബിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ എന്ന് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഹർചന്ദ് സിംഗ് ലോങ്കോവാളുമായിട്ടാണ് രാജീവ് ഗാന്ധി പഞ്ചാബ് കരാർ സൈൻ ചെയ്യുന്നത്. രാജീവ് ലോങ്കോവാൾ കരാർ അല്ലെങ്കിൽ പഞ്ചാബ് കരാർ എന്നൊക്കെ അത് അറിയപ്പെടും. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പഞ്ചാബിൽ നടപ്പിലാക്കിയ ഒരു ഭരണരീതിയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നിറയെ മാർക്ക് കിട്ടും. ഉറപ്പായിട്ടും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.